നമസ്കാരം സുഹൃത്തുക്കളെ, മൈ ട്രിപ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്ഥലത്തിൻ്റെയോ അല്ല ഒരു ട്രിപ്പിൻ്റെയോ റിവ്യൂ ആയിട്ടല്ല, ബട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ടൂർ പോകുമ്പോഴോ ഒരു ട്രിപ്പ് പോകുമ്പോഴോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റത്തിൻ്റെ റിവ്യൂ ആണ്. അഥവാ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ ഐറ്റം വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ട്, നല്ലൊരു ക്യാമറയിൽ നല്ലൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ സാധനങ്ങളുണ്ട്. ക്യാമറ മാത്രം പോരാ, ഇതിന് നമുക്ക് പുറകിൽ നല്ലൊരു സെൽഫി സ്റ്റിക്ക് വേണം, നല്ലൊരു മൈക്ക് വേണം. റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നല്ലൊരു മൈക്ക് വേണം. അതുപോലെ തന്നെ നല്ല ഒരു ട്രൈപോഡും കൂടി വേണം. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. മാർക്കറ്റിൽ ലഭ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ലഭ്യമാണ്. ബട്ട് ഇതൊക്കെ ഡിഫറെൻറ്റ് റേറ്റ്സിലും ലഭ്യമാണ്. നല്ല കോസ്റ്റ്ലി ആയ സാധനം കിട്ടും, നല്ല ചീപ്പായിട്ടും കിട്ടും. പക്ഷേ നല്ല ചീപ്പായിട്ടുള്ള സാധനം കിട്ടുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത്രത്തോളം മോശമുള്ള സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണോ, ആ ഐറ്റം കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങുമ്പോൾ, അതിപ്പോൾ റൂം ബുക്ക് ചെയ്യാനാണെങ്കിൽ ശരി, ഒരു ട്രിപ്പ് പോകുമ്പോൾ ഉള്ള സാധനം വാങ്ങുമ്പോഴാണെങ്കിൽ ശരി, എന്ത് ഐറ്റം വാങ്ങുമ്പോഴാണെങ്കിൽ ശരി, ഞാൻ കുറേ റിവ്യൂസൊക്കെ വായിച്ചിട്ടേ ഒരു സാധനം ഒരു ഐറ്റം വാങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണ് ട്രൈപോഡ് 3110. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഈ ചാനൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മൊത്തം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും ഈ ഐറ്റം എന്ന്. അത് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഈ കോസ്റ്റിൽ ഇത് നിങ്ങൾക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അതിൻ്റെ പ്രോബ്ലംസും ഒക്കെ ഞാൻ പറഞ്ഞത്. സോ നമ്മുടെ ട്രൈപോഡ് 3110 ഇപ്പോഴും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഫ്രഷ് ആയിട്ട് വന്ന പാക്കേജാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല. സോ ഇതിൻ്റെ കവറിങ് അത്യാവശ്യം മോശമില്ലാത്ത പാക്കേജ് തന്നെയുണ്ട് ഇതിന്. കാരണം നമ്മൾ ചീപ്പാണല്ലോ, നമ്മൾ വാങ്ങിച്ച സാധനം ചീപ്പാണല്ലോ. ഈ ട്രൈപോഡിന് അത്ര റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പാക്കേജ് അത്യാവശ്യം അതിനനുസരിച്ച് നല്ലതായിട്ടുണ്ട്. ഇതൊരു ക്ലോത്ത് കവറാണ്, ക്ലോത്ത് കവർ. സോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് രണ്ട് പാർട്സ് ഉണ്ട്. ട്രൈപോഡിൻ്റെ രണ്ട് പാർട്സാണ്. ഒന്ന് ഇതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ്, ഒന്ന് ക്യാമറ ഹോൾഡർ. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ നമ്മളെ ട്രൈപോഡ് അൺഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് രണ്ട് സെക്ഷൻ, ഒന്നും അപ്പർ ബോഡി സെക്ഷനും രണ്ടാമത്തത് ലെഗ് സെക്ഷനും. ഈ ലെഗ് സെക്ഷനിൽ 3 ലെഗ്സ് ഉണ്ട്. 3 ലെഗ്സും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ഓരോ പാർട്ടും എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അതിനെ ക്ലിപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഇല്ലെങ്കിൽ അത് വളരെ ഈസിലി ലൂസായിട്ട് പോകും. സോ അങ്ങനെ 3 എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അപ്പർ ബോഡിയിലേക്ക് പോയാൽ മതി. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷൻ, അതായത് ലെഗിൻ്റെ ഏറ്റവും താഴത്തെ സെക്ഷൻ വളരെ തിൻ സെക്ഷനാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാം. നല്ല വെയിറ്റുള്ള ഫോണാണെങ്കിൽ കഴിയുന്നതും ആ തേർഡ് സെക്ഷൻ അവോയ്ഡ് ചെയ്യാം. സോ അപ്പർ സെക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെയുള്ളൊരു കോർക്ക് ഉണ്ട്, അത് അൺടച്ച് ചെയ്യാം. അതിനുശേഷം അത് മുകളിലോട്ടേക്ക് വലിക്കാം. വീണ്ടും ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത്ര ചീപ്പായ സാധനത്തിന് ഇത്രയും ഹൈറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പർ സെക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തതിന് മുമ്പ് തന്നെ ക്യാമറ ഹോൾഡർ അതിൻ്റെ ക്ലിപ്പ് ചെയ്തിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷവും അത് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ കൂടുതൽ ബെറ്റർ അത് എക്സ്റ്റെൻഡ് ചെയ്തതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ്. നല്ല ഹാർഡായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗം നമ്മൾക്ക് അങ്ങ് മേലോട്ടേക്ക് വലിച്ചാൽ നമ്മളെ മൊബൈലകത്ത് സെറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഇങ്ങനെ മൊബൈൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ക്യാമറ ഏത് ഡയറക്ഷനിലേക്കും ഏതൊരു ആംഗിളിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് കണ്ടു, ഇൻസ്റ്റാളേഷൻ കണ്ടു, എല്ലാം കണ്ടു. ഏകദേശം ധാരണയായി കാണുമല്ലോ ഈ ഐറ്റത്തിനെ കുറിച്ച്. എന്നാലും പറയുമോ, ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കുറച്ചല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് കാണുന്നുള്ളൂ. അഡ്വാൻറ്റേജ് ഒരു 3-4 ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് വെരി ചീപ്പ്. എല്ലാവർക്കും അറിയാമല്ലോ, വെറും 350 രൂപക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് സാധനം വാങ്ങാം.
പിന്നെ സെക്കൻഡ് തിങ് ഇറ്റ് ഇസ് വെരി കോസ്റ്റ് എഫക്റ്റീവ്. ഐറ്റം വില കുറഞ്ഞിട്ടാണെങ്കിൽ 10 രൂപയുടെ സാധനമാണെങ്കിലോ അല്ലെങ്കിൽ 1000 രൂപയുടെ സാധനമാണെങ്കിലോ ആ 10 രൂപക്കോ 1000 രൂപക്കോ ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. സോ ഇത് 309 റുപ്പീസിന് ഞാൻ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് അത് ദിസ് ഈസ് വെരി കോസ്റ്റ് എഫക്റ്റീവ് എന്ന് തന്നെ പറയാം. സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ്. ഇതിൻ്റെ തേർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, സിമ്പിളാണ്, ഈസിലി നമ്മുടെ ലഗേജിൽ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും. സോ അത് ഇതിൻ്റെ തേർഡ് അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഫോർത്ത് അഡ്വാൻറ്റേജ് ഏകദേശം ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഞാൻ വെച്ചിട്ടുള്ള ഇതിൻ്റെ ഹാഫ് പോർഷൻ, ഇതിൻ്റെ 75% മാത്രമേ വരുള്ളൂ. ഈ ഒരു ഹൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഹൈ കോസ്റ്റ്ലി ആയ ഒരു ട്രൈപോഡ് വാങ്ങുമ്പോഴും ഏകദേശം ഇത്ര ഹൈറ്റേ കിട്ടുള്ളൂ. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. കുറേ സെക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ഈസിലി നമുക്ക് എല്ലാ സെക്ഷൻസ് എലങ്കേറ്റ് ചെയ്യുമ്പോൾ ആ ഹൈറ്റ് കിട്ടാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്രയും അഡ്വാൻറ്റേജ് ആണ് ഇതിന് കാണുന്നത്. സോ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഞാൻ ഇത് റിവ്യൂ വായിച്ചിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കിതിനൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ, ലെഗിൻ്റെ ഏറ്റവും തേർഡ് പോർഷൻ വളരെ തിന്നാണ്. ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഹെവി ആയൊരു മൊബൈൽ ഹോൾഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടാവും എന്ന് ഞാൻ റിവ്യൂവിൽ വായിച്ചു. പക്ഷേ എൻ്റെ മൊബൈൽ നല്ല ഹെവി മൊബൈൽ തന്നെയാണ്, നല്ല വെയിറ്റുള്ള മൊബൈൽ തന്നെയാണ്. ഇത് നല്ല ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിത് പ്രോബ്ലം ആയിട്ടൊന്നും കാണുന്നില്ല. സോ ഐ ഓൾവേസ് റെക്കമെൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഐറ്റംസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി കോസ്റ്റ് എഫക്റ്റീവ്, ചീപ്പ്, ലൈറ്റ് വെയിറ്റ്, എവറിത്തിങ്, എല്ലാ അഡ്വാൻറ്റേജ് ഇതിൽ കിട്ടുന്നുണ്ട്. എല്ലാ ഹെവി ആയ അഡ്വാൻറ്റേജസും ഒരു കോസ്റ്റ്ലി ആയ ഒരു ഐറ്റം വാങ്ങുമ്പോൾ അഡ്വാൻറ്റേജിൽ കിട്ടുന്നുണ്ട്. സോ ഐ റെക്കമെൻഡ് ദിസ് തിങ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഇതുപോലത്തെ കുറേ വീഡിയോകൾ ഞാൻ ഇനിയും ഇതിൽ ഷെയർ ചെയ്യും. കുറേ ട്രിപ്പിൻ്റെയും കുറേ പ്ലേസിൻ്റെയും കുറേ ഹോട്ടൽസിൻ്റെയും ഒക്കെ റിവ്യൂ ഇനി വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് ഞങ്ങൾ വയനാട് പോകുന്നുണ്ട്. ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിവ്യൂ വരും. നിങ്ങൾക്കൊക്കെ ഇത് കാണാം, എൻജോയ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. സോ ഹോപ്പിംഗ് യു വിൽ ഹാവ് എ ഗുഡ് ഡേ ടുഡേ. വെരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.